നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. നോമ്പ്, നിരന്തരമായ പ്രാർത്ഥന, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന. ആരാധനയ്ക്ക് വരുമ്പോൾ 2 കാര്യം ഓർത്തിരിക്കണം. ദൈവത്തിന്റെ മുമ്പാകെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ബലി താഴ്മയുള്ള ഹൃദയമാണ്. ഇതില്ലാതെ ഒരു ബലിയുമില്ല. ഞാനെന്ന ഭാവവുമായി തമ്പുരാന്റെ അടുത്തേക്ക് വരരുത്. അത് ആരാധനയല്ല, അത് ബലിയല്ല. തമ്പുരാന്റെ അടുത്തേക്ക് വരുമ്പോൾ വിനയമുള്ള ഒരു ആത്മാവ്, നിർമ്മലമായ ഒരു ഹൃദയം, ആ ഹൃദയവുമായി തമ്പുരാന്റെ അടുത്തേക്ക് വരണം. രണ്ടാമത്, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം, അതുമായി തമ്പുരാന്റെ അടുത്തേക്ക് വരണം. തലയെടുപ്പോടെ കയറി വരരുത്. തകർന്നും നുറുങ്ങിയ ഹൃദയം, ആ പാപിനിയ സ്ത്രീയെ പോലെ, ദൈവമേ ഞാൻ പാപിയാണ്, കുറവുള്ളവളാണെന്ന ബോധ്യത്തോടുകൂടി തമ്പുരാന്റെ അടുത്തേക്ക് വരണം. തലകളെ വണക്കി തമ്പുരാന്റെ സന്നിധി നിർമ്മലതയോടെ പ്രാർത്ഥിച്ച്, യേശുവേ, നിന്നെ കൂടാതെ എനിക്കൊന്നും സാധിക്കുകയില്ല, ഞാൻ എന്തായിരിക്കുന്നുവോ നിന്റെ കൃപയാൽ മാത്രമാണെന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ആ തമ്പുരാന്റെ സന്നിധിയിൽ കാൽക്കൽ വീഴുമ്പോൾ ആരാധന അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ഉള്ളിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും. ഈ നോമ്പുകാലം അപ്രകാരം ഒന്ന് ഒരുങ്ങുവനെ. നമ്മുടെ ജീവിതയാത്രയിൽ വിനയമുള്ള ഒരു ആത്മാവ്, വിശുദ്ധിയുള്ള ഒരു ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം, മുറുങ്ങിയ ഹൃദയവുമായി തമ്പുരാൻ സന്നിധിയിലേക്ക് അടുത്തു വരാം.